സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ എല്ലാ തവണത്തെയും പോലെ തന്നെ വേടന്റെ വിഷയമാണ്. പലപ്പോഴും വേടന്റെ വിഷയം ചെയ്യുമ്പോൾ എനിക്ക് വരുന്ന കൂടുതലുള്ള കമന്റ് എന്ന് പറഞ്ഞാൽ നിനക്ക് വേറെ കണ്ടന്റ് ഒന്നും ഇല്ലേ, പാവം കണ്ടന്റിന്റെ ക്ഷാമമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലരും എന്നെ വിമർശിക്കാൻ വരുന്നത്. എനിക്ക് അവരോട് പറയാനുള്ള ഒറ്റ ഉത്തരം, അതായത് വേടന്റെ വിഷയം ഞാൻ എന്തുകൊണ്ട് ഹൈലൈറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു വലിയൊരു പബ്ലിസിറ്റി ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ടോ അല്ലെങ്കിൽ വേടന്റെ വിഷയം ചെയ്താൽ കൂടുതൽ എനിക്ക് റീച്ച് കിട്ടുമെന്നുള്ളതോ ഉള്ളതുകൊണ്ട് മാത്രമല്ല, അത് കിട്ടുമെന്നുള്ളത് വേറെ സൈഡ്. പക്ഷേ എന്തുകൊണ്ട് വേടന്റെ വിഷയം ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വിഷയം അത് കേവലം ഒരു വേടൻ എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല, അതിന്റെ ഇടയിൽ ഒരുപാട് സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ വലിച്ചിഴക്കപ്പെടുന്നുണ്ട്. അത് വേടൻ എന്ന് പറയുന്ന വ്യക്തി അതിനൊരു ഉദാഹരണം മാത്രമാണ്. ഒരു ഒബ്ജക്റ്റിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന് പറയുന്ന പോലെയാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ ആശ്രയിച്ചും വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഒരുപാട് ആളുകൾ കരിവാരി തേക്കാനായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ കൊള്ളരുതായ്മയ്ക്കെതിരെയാണ് ഞാൻ സംസാരിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ പലരും വിമർശിക്കുന്നുണ്ട് കണ്ടന്റ് കിട്ടുന്നില്ലാത്തതുകൊണ്ടൊന്നുമല്ല, വേടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് സംസാരിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ്. എന്തുകൊണ്ടാണ് ആഗ്രഹം? നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന കൊള്ളരുതായ്മകൾ ചൂണ്ടിക്കാണിക്കാനായിട്ട് വേടൻ എന്ന് പറയുന്ന വ്യക്തി കലാരൂപത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ കല ആസ്വദിക്കേണ്ടതിന് പകരം ആ കലാകാരനെ ഒരു കൊലപാതകയോ രാജ്യദ്രോഹിയോ ആക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു നിലപാടിനെയാണ് ഞാൻ എതിർക്കുന്നത്. അത് വേടനെ മാത്രമല്ല, വേടനെ പോലെ തന്നെ പട്ടികജാതി പട്ടികവർഗത്തിൽ ഞാനൊരു പേര് വീണ്ടും പറയുന്ന വരുന്നതുകൊണ്ടല്ല, അങ്ങനെയുള്ളൊരു വേർതിരിവ് നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പേരെടുത്ത് പറയാനുള്ള കാരണം. അല്ലാതെ എനിക്ക് അങ്ങനത്തെ വേർതിരിവ് എന്നുള്ളതുകൊണ്ടല്ല. ഈ ഒരു പിന്നോക്കം നിൽക്കുന്ന ആളുകൾ ഇത് മാത്രം ചെയ്താൽ മതി എന്നുള്ള ഉറച്ച ധാർഷ്ട്യത്തിനെയാണ് ഞാൻ എതിർക്കുന്നത്. അതിന് BJP RSS എന്ന് പറയുന്ന ആളുകൾ വേണ്ട രീതിയിൽ നല്ല പോലെ മുന്നോട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയും സംസാരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഞാൻ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുന്നതല്ല. പ്രതികൂലിക്കേണ്ടി വന്നാൽ പ്രതികൂലിക്കും, അനുകൂലിക്കേണ്ടി വന്നാൽ അനുകൂലിക്കും. ആ ഒരു നിലപാട് ഞാൻ വ്യക്തമാക്കുകയാണ്. അതോടൊപ്പം തന്നെ പലരും ഇടുന്നൊരു കമന്റാണ്, കഞ്ചാവ് ഓളി അല്ലെങ്കിൽ കഞ്ചാവിന് ഇത്രയും സപ്പോർട്ടോ, ഒരു കഞ്ചാവ് വലിച്ചതിന്റെ പേരിൽ ഇത്രയും സപ്പോർട്ട്, ഒരു കഞ്ചാവ് വലിച്ചിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്കും ഇത്രയും സപ്പോർട്ട് കിട്ടും എന്നൊക്കെ ഒരുപാട് കമന്റ് ഉണ്ട്. എനിക്ക് അതിനോട് പറയാനുള്ള ഉത്തരം, അതായത് വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു കഞ്ചാവ് വലിച്ചതിന്റെ പേരിൽ വേടനെ അകത്താക്കിയതാണ് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? കഞ്ചാവ് വലിച്ചതാണോ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള പ്രധാന കാരണം? ഇനി അതല്ലെങ്കിൽ പുലിപ്പല്ല് കൈവശം വെച്ചതാണോ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം? അല്ലല്ലോ. എന്താണ് വേടനെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം? അതും നിങ്ങൾക്കറിയാം. ആ അറിയാവുന്ന നിങ്ങൾ തന്നെയാണ് എൻ്റെ അടുത്ത് വെറുതെ ഡയലോഗ് അടിക്കാൻ വരുന്നത്. എന്താണ് വേടനെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം? വേടൻ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന കൊള്ളരുതായ്മകളെ മുന്നോട്ട് വരച്ച് കാണിക്കാൻ ശ്രമിക്കുന്നു. അത് ഇന്നത്തെ തലമുറയിലുള്ള ആളുകൾ അറിയപ്പെടും. അല്ലെങ്കിൽ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്നലകളിൽ ചെയ്ത കൊള്ളരുതായ്മകൾ മറ്റുള്ളവരെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സീറ്റ് കിട്ടില്ലല്ലോ എന്നുള്ള RSSന്റെ BJPയുടെ ഭയം. ആ ഭയത്തിൽ നിന്നാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയുള്ള സംസാരിക്കാനായിട്ട് നിങ്ങൾക്ക് ഇത്ര ധൈര്യം വന്നതും നിങ്ങൾ സംസാരിക്കുന്നതും. അതല്ലാന്ന് നിങ്ങൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? സത്യം അതാണ്. അപ്പോൾ വേടൻ എന്ന് പറയുന്ന വ്യക്തി കേവലം കഞ്ചാവ് വലിച്ചതിന്റെ പേരിൽ വേടന് കിട്ടിയ പബ്ലിസിറ്റി അല്ല. വേടൻ നമ്മുടെ ഓരോരുത്തരുടെ ശബ്ദമാണെന്ന് മനസ്സിലാക്കി കേരളത്തിലെ ഒരു കൂട്ടം സമൂഹത്തിലുള്ള ആളുകൾ മാത്രമാണ് വേടനെ സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 100-ൽ 99% ആളുകളും വേടനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. അങ്ങനെയുള്ളൊരു വ്യക്തി കഞ്ചാവ് വലിച്ചതിന്റെ പേരിൽ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്ന തന്തയില്ലായ്മ നമ്മൾ തന്നെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. ഇവനെ തൂക്കിക്കൊല്ലണം, അല്ലെ ഇവനെ വെടിവെച്ച് കൊല്ലണം, ഇവനെ വെട്ടിക്കൊല്ലണം. അങ്ങനെയുള്ള കൊലപാതകങ്ങൾ ചെയ്യുന്നവരെയും സ്വന്തം മകളെ പീഡിപ്പിച്ചിട്ട് ജയിലിൽ പോയി വീണ്ടും ജാമ്യത്തിൽ വന്നിട്ട് അടിച്ചു പൊളിച്ച് നടക്കുന്ന ആളുകളെയും എന്തുകൊണ്ട് നിങ്ങളൊന്നും പറയുന്നില്ല? അത്രയും കൊലപാതകമോ അല്ലെ പീഡനമോ ഒന്നും വേടൻ ചെയ്തിട്ടില്ലല്ലോ. വേടൻ ചെയ്ത് എന്താണ്? ഒരാൾക്ക് കൈവശം വെക്കാൻ പറ്റുന്ന അത്രയും ക്വാണ്ടിറ്റിയിലുള്ള കഞ്ചാവ് വേടന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അത് തെറ്റല്ലെന്നല്ല, തെറ്റ് തന്നെയാണ്. വേടനും അതിനെ തെറ്റെന്ന് തന്നെയാണ് പറയുന്നത്. വേടൻ തെറ്റല്ലെന്ന് പറയുന്നില്ല. ആ തെറ്റ് ഞാൻ തിരുത്താമെന്ന് പറഞ്ഞപ്പോൾ മുതൽ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു മനുഷ്യനായി, അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന വ്യക്തി മറ്റുള്ളവർക്ക് സന്ദേശമായി സമൂഹത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരാളായിട്ട് മാറി. അതുകൊണ്ട് മാത്രമാണ് വേടനെ എല്ലാവരും അംഗീകരിക്കുന്നത്, അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നതും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? പിന്നീട് നമ്മൾ കണ്ടതാണ് പാലക്കാട് നഗരസഭ കൗൺസിലർ വിനി എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർ വന്നിട്ട് പറഞ്ഞു, എന്റെ മോദിജിയെ അവഹേളിക്കാൻ ശ്രമിച്ച വേടനെതിരെ ഞാൻ പരാതി കൊടുക്കും, NIAക്ക് പരാതി കൊടുത്തു, ഇവന്റെ ഈ പരിപാടി ഞാൻ ഇന്നത്തോടെ നിർത്തും, എന്റെ മോദിജിയെ അവഹേളിക്കുക ഇവനാരുമല്ല, കപടദേശവാദി, ഈ ഊരി ചുറ്റുന്നവൻ, പിന്നെ കാട് കട്ടവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രഹസനമായിട്ടൊക്കെ വന്നു. അവസാനം അടപടലം മൂഞ്ചി എന്നുള്ളൊരു സത്യമാണ് നമ്മൾ കാണുന്നത്. എന്താണ് BJP? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പറഞ്ഞു, BJPക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് BJP വേടനെ എതിർത്തു. അതേസമയം കോൺഗ്രസും LDFും വേടൻ എന്ന് പറയുന്ന വ്യക്തിക്കൊപ്പം നിന്ന് കഴിഞ്ഞാൽ എന്ത് പ്രയോജനം ചെയ്യുന്നുള്ളത് മനസ്സിലായതുകൊണ്ട് വേടനൊപ്പം നിന്നു. ഇപ്പോൾ അത് പതിയെ BJPക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കണം പറയുന്ന മിനി കൃഷ്ണകുമാർ കൊടുത്ത പരാതി അത് ഞങ്ങൾ അംഗീകരിക്കില്ല, നിങ്ങളിങ്ങനെ പരസ്യമായിട്ട് ഇങ്ങനെ പ്രതികരണം നടത്താൻ പാടില്ല, തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടൊരു വിമർശനവുമായിട്ട് വന്നു. BJP വേടനെതിരെ ഒരു ആക്ഷനും എടുക്കില്ല എന്നുള്ള രീതിയിൽ BJPയുടെ ഭാഗത്തു നിന്ന് അവരുടെ ഭാഗത്തുള്ള എന്താണെന്നുള്ളത് അവർ തെളിയിച്ചു. അപ്പോൾ മിനി കൃഷ്ണകുമാർ ആരായി? വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് ഇറങ്ങി തിരിഞ്ഞ് അവസാനം നാണം കേട്ട് വീട്ടിലിരിക്കേണ്ട അവസ്ഥയായില്ലേ? എന്തെങ്കിലുമൊക്കെ പേരെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം കാണിച്ചു കൂട്ടുന്ന തന്തയില്ലായ്മയാണ് ഇതെല്ലാം എന്ന് നമുക്കറിയാം. എന്തൊക്കെയോ ആണ് മോദിജിയെ അങ്ങ് അറിയപ്പെടാം, മോദിജി അറിയട്ടെ, ഇങ്ങനെ ആരാധിക ഇവിടെ ഉണ്ടെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയ ഒരു പരാക്രമം. ആ പരാക്രമം വെറും പരാക്രമിയായി പോയി എന്നുള്ളത് വേറൊരു വസ്തുത. അപ്പൊ നമുക്ക് എന്താണ് അതിനെപ്പറ്റിയുള്ള വാർത്തകളിൽ വന്നതെന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. റാപ്പർ വേടനെതിരായ പരാതി, കൗൺസിലർ മിനിയുടെ നടപടിയിൽ അതൃപ്തി അറിയിച്ച് BJP സംസ്ഥാന നേതൃത്വം. ആ ഒരു വാർത്ത നമുക്കൊന്ന് കേട്ടു നോക്കാം.
വേടനെതിരെ പാലക്കാട് നഗരസഭാ കൌൺസിലർ മിനി കൃഷ്ണകുമാർ NIAക്ക് പരാതി നൽകിയതിൽ അതൃപ്തി അറിയിച്ച BJP സംസ്ഥാന നേതൃത്വം. പാർട്ടിയോട് ആലോചിക്കാതെ പരാതി നൽകിയതിലാണ് അതൃപ്തി. എന്തടിസ്ഥാനത്തിലാണ് NIAക്ക് പരാതി നൽകിയത് എന്നാണ് ചോദ്യം. വിവരങ്ങളുമായി ഇപ്പോൾ ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. ശ്രീജിത്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, ഈ വിഷയത്തിൽ BJP സംസ്ഥാന അധ്യക്ഷന്റെ നിർദ്ദേശപ്രകാരം ഒരു പ്രധാനപ്പെട്ട സംസ്ഥാന നേതാവ് തന്നെ മിനി കൃഷ്ണകുമാറിനെ ഫോണിൽ വിളിച്ച് അതൃപ്തി അറിയിച്ചു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. BJP നേതൃത്വത്തോടോ ജില്ലാ പ്രസിഡന്റിനോടോ മറ്റോ ആലോചിക്കാതെയാണ് ഇത്തരമൊരു പരാതി സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത് എന്നാണ് BJPയുടെ കണ്ടെത്തൽ. അത് BJPയുടെ ജില്ലാ പ്രസിഡന്റിനോടും അതുപോലെ തന്നെ നേതാക്കളോടും ഒക്കെ സംസാരിച്ചിരുന്നു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാറിന്റെ ഭാര്യ കൂടിയാണ് മിനി കൃഷ്ണകുമാർ. അവർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് പാലക്കാട് നഗരസഭയിലെ. എന്തായാലും മിനി കൃഷ്ണകുമാറിനോട് ഇത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കരുത് എന്ന് താക്കീത് നൽകിയതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇക്കാര്യത്തിൽ ഒരു പരസ്യ പ്രതികരണം ഇനി നടത്തരുത് എന്നും പറഞ്ഞതായും വാർത്തകളുണ്ട്, റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ മിനി കൃഷ്ണകുമാർ മാത്രമല്ല, ഈ വേടൻ വിഷയവുമായി ബന്ധപ്പെട്ട് മിനി കൃഷ്ണകുമാറിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട് ഇനി സംസ്ഥാന നേതാക്കൾ ആരും തന്നെ ഒരു പരസ്യ പ്രതികരണം മാധ്യമങ്ങളുടെ മുമ്പിൽ നടത്തരുത്. ഇത് BJPക്ക് വല്ലാത്ത തോതിൽ അവമതിപ്പുണ്ടാക്കുന്നു എന്നാണ് കൃത്യമായ രീതിയിൽ BJP സംസ്ഥാന അധ്യക്ഷന്റെയും സംസ്ഥാന നേതൃത്വത്തിന്റെയും നിരീക്ഷണം. അതായത് BJP തന്നെ വേടനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അനുകൂലിക്കുന്ന വേടന്റെ ആരാധകരായ ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന തരത്തിൽ വേടനെതിരെ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് തെറ്റായ രീതിയിൽ പ്രവണതയാണ് എന്നാണ് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ BJPക്കും ബോധോദയമുണ്ടായി. എന്താണ്, വേടനൊപ്പം നിന്നു കഴിഞ്ഞാൽ കേരളത്തിലെ സമൂഹത്തിലുള്ള ജനങ്ങളെല്ലാം തങ്ങൾക്കൊപ്പം നിൽക്കുമെന്നുള്ളൊരു ചിന്താഗതി അവരുടെ ഉള്ളിലും വന്നു. വേടൻ എന്ന് പറയുന്ന വ്യക്തി ചെറിയ 29 വയസ്സുള്ളൊരു സാധാ പയ്യനല്ല. എന്താണ്, വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്നൊരു പ്രസ്ഥാനമായിട്ട് വളർന്നു കഴിഞ്ഞു. എന്തുകൊണ്ട്? വേടന്റെ നിലപാടുകൾ കൊണ്ട് മാത്രം. വേടന്റെ ശക്തവും ഉറച്ചതുമായ നിലപാടുകൾ കൊണ്ട് BJPയിലുള്ള ഭരണകൂടങ്ങൾക്ക് വരെയും പേടിച്ചു. അല്ലെങ്കിൽ വേടനെ വേട്ടയാടാൻ നിന്നവന്മാരൊക്കെ വേടന്റെ കാവൽക്കാരായിട്ട് മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പലപ്പോഴായിട്ട് നമ്മൾ കാണുന്നതുമാണ്. എന്നാലും എൻ്റെ മിനി വല്ലാത്തൊരു അവസ്ഥയായി പോയല്ലോ നിന്റേത്. കഷ്ടമായിപ്പോ. എന്റെ മോദിജി അവഹേളിച്ച ഞാൻ അങ്ങ് എന്തൊക്കെയോ ചെയ്യുമെന്ന്. അങ്ങനെയാണ് നീ എന്തുകൊണ്ടാണ് ഈ ശശികലയുടെ വിഷയത്തിൽ എതിർക്കാത്തത്? ശശികല പണ്ട് പറയുകയുണ്ടായി, 3 തുണിക്കഷ്ണങ്ങൾ കൂട്ടിച്ചേർത്ത് വെച്ചതാണ് ഈ ദേശീയ പതാക, അത് ആരാണ് അനുമതി നൽകിയത് അങ്ങനെ പണിയാനെന്ന്. അങ്ങനെ പറഞ്ഞവൾക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ നിന്നെ കൊണ്ട് സാധിച്ചോ? കഴിയില്ല. എന്താണ്? അതിൽ ജാതിയാണ് പ്രശ്നം, അല്ലേ? വേടന്റെ ജാതിയാണ് പ്രശ്നം. നമ്മൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് പോലും ചിന്തിക്കാം, ഇവരുടെ എല്ലാവരുടെയും മനസ്സിൽ കുത്തി നിറച്ച് വെച്ചിരിക്കുന്ന ജാതി വിരുദ്ധതയാണ്, അല്ലെ വർണ്ണ വിവേചനമാണ്. ഈ തന്തയില്ലായ്മയ്ക്കെതിരെ ശബ്ദമുയർത്തുന്ന വേടനൊപ്പം അല്ലാതെ നമ്മൾ ആർക്കൊപ്പമാണ് നിലകൊള്ളേണ്ടത്? നമ്മുടെ നാട്ടിൽ ഇന്നും ഇന്നലെയും എന്നും നിലനിൽക്കുന്ന ഈ തന്തയില്ലായ്മയ്ക്കെതിരെ പോരാടുന്ന ഒരു വേടൻ എന്ന് പറയുന്ന വ്യക്തിക്കൊപ്പം തന്നെയാണ് കേരളത്തിലെ ഒരു നല്ല സമൂഹത്തിലുള്ള ആളുകൾ എന്നുള്ളത് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ തന്നെയായിരിക്കും എന്റെ വീഡിയോ കാണുന്നതും ഷെയർ ചെയ്യുന്നതും എല്ലാം. അപ്പൊ അങ്ങനെ ഇരിക്കെ മോദിയെ വിമർശിക്കാൻ പാടില്ലെന്ന് ആരാണ് പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ MV ഗോവിന്ദൻ സാറ് വന്നിട്ടൊരു കാര്യം പറയുന്നുണ്ട്. ആ ഒരു വാർത്ത കൂടി ഞാനൊന്ന് പ്ലേ ചെയ്യാം. ഒരുതരം ഭ്രാന്താണ്. ഈ ഭ്രാന്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഇവിടെ നിന്നാണ്, ഈ പശ്ചാത്തലത്തിൽ നിന്നാണ്. മനുസ്മൃതിയുടെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ചാതുർവർണ്ണ വ്യവസ്ഥയുടെയും നമ്മളിവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അടിമതുല്യമായിട്ട് ജീവിച്ച ആ കാലഘട്ടത്തിൻ്റെ അതിനവർ കൊടുത്ത പേരാണ് സനാതന ധർമ്മം എന്ന സാമൂഹ്യ രീതി. അസംബന്ധമായിരുന്നു ജീവിതത്തിൻ്റെ. അതങ്ങനെ അതിനെതിരായിട്ട് വർത്തമാനം പറയുന്നത് പോലും ദേശവിരുദ്ധമാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇവർ കുറേ ആളുകൾ ദേശത്തിൻ്റെ അധിപന്മാരായിട്ട്, ആ ദേശീയത നേരത്തെ പറഞ്ഞാണ് ദേശീയത ഹിന്ദു ദേശീയതയിൽ ആര് പെടില്ല? പട്ടികജാതിക്കാരനും പട്ടികവർഗ്ഗക്കാരനൊന്നും പെടില്ല. അതുകൊണ്ടാണ് ആർക്കെതിരായിട്ട് ഇപ്പോൾ കലാപം, ഒരാൾക്കെതിരായിട്ട് ഇപ്പോൾ കലാപം തുടങ്ങിയിട്ടുണ്ടല്ലോ, വേടനെതിരായിട്ട്. വേടന്റെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ സംസ്കൃതമല്ല എന്നാണ് പറയുന്നത്, സംസ്കൃതം. എന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, ഈ വേടന് പട്ടികജാതിക്കാരന് എപ്പോഴാണ് ഈ കല എന്ന് പറഞ്ഞാൽ ഏത് കലയാ? റാപ്പ് മ്യൂസിക്. റാപ്പ് എന്ന ഈ കലാരൂപം എങ്ങനെയാണ് പട്ടികവർഗത്തിന് പട്ടികജാതിക്കാരന് കിട്ടിയത് എന്നാണ് ഒരുത്തൻ്റെ ചോദ്യം. ആ ചോദ്യത്തിൻ്റെ സ്പിരിറ്റ് എന്താ? ചാതുർവർണ്ണയാണ്. വെറുതെ ഒരു ചാതുർവർണ്ണ എന്ന് പറഞ്ഞാൽ പോരാ, ഓരോ പദപ്രയോഗങ്ങളെയും സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ അതിൽ ഉൾച്ചേർന്നിരിക്കുന്ന ചാതുർവർണ്ണ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് പറയാണ് കലാഭാസമാണ്. കലാഭാസം എന്താ? കലാഭാസം ചാട്ടുളി പോലെ ഈ വർഗീയ ശക്തികൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ചാതുർവർണ്ണ വ്യവസ്ഥയെ കാത്തു സൂക്ഷിക്കുന്ന ശക്തികളുടെ നെഞ്ചിലേക്ക് എയ്തുവിടുന്ന അമ്പ് പോലെ, ചാട്ടുളി പോലെ വാക്കുകൾ പ്രയോഗിക്കാനുള്ള കഴിവാണ്, ശേഷിയാണ് മറ്റെല്ലാ റാപ്പ് മ്യൂസിക്കിൽ നിന്നും വ്യത്യസ്തമായി വേടനെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവായി പ്രഖ്യാപിച്ചത്. RSകാരുണ്ട്,
പിന്നെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ വക്താക്കളുണ്ട്, ഇപ്പോൾ BJP-കാരുണ്ട്. ഇവരെല്ലാം വേടനെതിരായിട്ട് അതിശക്തിയായിട്ട് കടന്നാക്രമണം നടത്താൻ തീരുമാനിച്ച് തയ്യാറായി കച്ചകെട്ടി ഇറങ്ങി പുറപ്പെട്ടതാണ്. അപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ മനസ്സ് ഒരു കാര്യം ഉറപ്പായിട്ട് പറഞ്ഞു, വേടൻ ഉപയോഗിക്കുന്ന പദങ്ങളും ഇപ്പോൾ വേടനെതിരായിട്ട് കേസ് കൊടുത്തിരിക്കുകയാണ്. പാലക്കാട് ഒരു BJP നേതാവിൻ്റെ ഭാര്യ അത് നരേന്ദ്രമോദിയെ വിമർശിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. ആരാ പറഞ്ഞത് നരേന്ദ്രമോദിയെ വിമർശിക്കാൻ അവകാശമില്ല എന്ന് ജനാധിപത്യ സമൂഹത്തിൽ? വേടൻ മാത്രമല്ല, വേടൻ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള നിരവധിയായ വിമർശനങ്ങൾ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണാധികാരി വർഗത്തിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നേരെ ജനാധിപത്യ സമൂഹത്തിന്റെ ഭാഗമായി ആ വിമർശനങ്ങൾ ഉയരുക തന്നെ ചെയ്യും. എത്ര കേസുണ്ടായാലും. കണ്ടില്ലേ, അദ്ദേഹം പറയുന്ന എത്ര വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണല്ലേ. അങ്ങനെ ഒരു വിമർശനത്തിന്റെ പേരിൽ മോദിക്ക് പരാതി കൊടുക്കാൻ പോയ മിനി എന്ത് പറയണം? നമുക്കൊന്നും പറയാനില്ല. കാരണം വെറും തോൽവി, ഭൂലോക തോൽവി. മേക്കപ്പ് ഇട്ടു അമ്മച്ച് വലിയൊരു പ്രഹസനം കാണിക്കാനായിട്ട് മുന്നിലേക്ക് വന്നത്. ഞാൻ അങ്ങ് മോദിയുടെ വലിയൊരു പ്രണയിനിയാണ്, അല്ലെ മോദിയുടെ വലിയൊരു ആരാധികയാണ്. എൻ്റെ രാജ്യത്തിനെ പറഞ്ഞാൽ ഞാനങ്ങ് കയറി ചോദിക്കുമെന്ന്. അങ്ങനെ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ, നിന്റെ ഒരു വിരലനക്കം നിന്നോട് സാധിക്കുന്നുണ്ടെങ്കിൽ, അഖിൽമാരാരെയും അതേപോലെ രാജ്യത്തൊരു യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിനെ കുറ്റം പറഞ്ഞ, അല്ലെ പ്രധാനമന്ത്രിയെ കുറ്റം പറഞ്ഞ, നമ്മുടെ സൈന്യത്തിന്റെ ഒരു കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ശ്രമിച്ച ആ ചാരപ്രവർത്തികൾ ചെയ്തായി തന്തയില്ലാത്തവന്മാർക്കെതിരെ സംസാരിക്കുക. എന്നിട്ട് നിങ്ങളുടെ ധൈര്യം കാണിക്കുക, അല്ലെങ്കിൽ എന്നിട്ട് നിങ്ങളുടെ രാജ്യസ്നേഹം കാണിക്കുക. അല്ലാതെ വേടൻ എന്ന് പറയുന്ന വ്യക്തി പിന്നോക്കം നിൽക്കുന്നവനാണെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ മെക്കെട്ട് കയറാൻ നോക്കിക്കഴിഞ്ഞാൽ അവസാനം ഈ ഒരു അവസ്ഥയാവും. അടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ മൂഞ്ചി കുത്തി വീട്ടിരിക്കേണ്ട അവസ്ഥയാകും. പൊന്നു മിനിയെ, ഇതേ മറുപടി തന്നെയാണ് ഈ വിമർശിക്കുന്ന ആളുകൾക്ക് എനിക്ക് കൊടുക്കാനുള്ളത്. എന്തായാലും BJP വേണ്ട രീതിയിൽ അത് കണ്ടറിഞ്ഞ് ചെയ്തു എന്നുള്ളൊരു സത്യം തന്നെയാണ്. അതുകൊണ്ട് ഈ പറയുന്ന മിനിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന BJP-യിലുള്ള ഒരാൾക്ക് പോലും ഇനി പരസ്യമായിട്ട് ഇങ്ങനെ പ്രതികരണം നടത്താൻ സാധിക്കില്ല. അത് BJP-യോ അല്ലെങ്കിൽ അത് പ്രതികരിക്കുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന ആളുകൾക്കെതിരെ നിൽക്കും, അല്ലെങ്കിൽ അവർക്കൊരു പണിയാവും എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് 29 വയസ്സുകാരനെ പേടിച്ചു എന്നുള്ളതിന്റെ ഒരു സത്യം തന്നെയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ കണ്ടൊരു വീഡിയോ ആണ്, എനിക്കൊരാൾ എൻ്റെ കമന്റ് ബോക്സിൽ ലിങ്ക് ഇട്ട് തന്നതാണ്, ഇതൊന്ന് കാണാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ വേടനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നു വേടൻ പരിപാടികളൊക്കെ ചെയ്ത് വേടൻ എന്ന പേരിൽ ഹൈലൈറ്റ് ചെയ്ത് അറിയപ്പെട്ടതിന് ശേഷം 5 വർഷം മുമ്പ് വന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അതിന് മുൻപേ ഉള്ളതാണ്, വേടൻ്റെ പഴയ ലുക്കൊക്കെയാണ്. അപ്പോൾ വേടൻ എന്തിനു വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത് വേടൻ തന്നെ അവിടെ പറയുന്നുണ്ട്. പലതവണ നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ ഒരു പൊതുവേദിയിൽ വേടൻ പറയുന്നുണ്ട്, ഇന്ന് മതമാണ്, നാളെ അത് നിറമാവും, പിന്നെ ജാതിയാവും, അതിനെതിരെയാണ് എൻ്റെ റാപ്പ് എന്ന് വേടൻ പറയുന്നുണ്ട്. ആ ഒരു പാട്ടൂടെ നമുക്കൊന്ന് കണ്ടുപോകാം. ഞാൻ വിളിക്കുകയാണ് പ്രിയപ്പെട്ട നമ്മുടെ ചങ്ങാതി. ഇദ്ദേഹത്തിന് ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് കുറച്ച് കാലങ്ങളായിട്ടുള്ള ആളുടെ ഒരു പാട്ടാണ് നമുക്ക് ആളോടുള്ള ഒരു അടുപ്പുണ്ടാക്കിയത്. അപ്പൊ ആളോട് പറഞ്ഞു, എടാ ഇത് നന്നായിട്ട് നീ എല്ലാവരോടുമായിട്ട് നീ പാടണേ. അപ്പൊ അങ്ങനെ ആൾ ആ പാട്ടും കൊണ്ടാണ് വന്നേക്കണത്. ഇദ്ദേഹത്തിന്റെ പേര്, നമസ്കാരമുണ്ട് എല്ലാവർക്കും. എൻ്റെ പേര് ഹിരൺ എന്നാണ്, വേടൻ എന്നാണ് എല്ലാവരും വിളിക്കുക തന്നെ. ഇതൊരു മലയാളം റാപ്പ് സോങ് ആണ്. റാപ്പ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. റാപ്പ് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് മലയാള റാപ്പുകൾ. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു റാപ്പ് പാടേണ്ട ആവശ്യമുണ്ട്? ഇന്നിത് മതമാണ്, നാളെ ജാതിയാവും, തൊലി നിറാവും, ഭാഷയാവും. അതിന് അനുവാദം കൊടുക്കരുത്. ജയ് ഭീം. അടിമയാരുടമയാൽ നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാരി, തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര്, മുതുകുകൂനി തലക താണുമെനിയും എത്ര നാള്. നീർനിലങ്ങളിൽ അടിമയാരുടമയാൽ നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാരി, തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര്, മുതുകുകൂനി തലക താണുമെനിയും എത്ര നാള്. നീ പിറന്ന മണ്ണിൽ നിന്നെ കണ്ടാൽ വെറുപ്പ്, പണിയെടുക്കുമേ വെയിൽ കൊണ്ടേ കറുപ്പ്. നിന്റെ ചാളയിൽ എരിയുന്നില്ല അടുപ്പ്, പിഞ്ചു കുഞ്ഞ വള്ളരാവയറയിൽ കിടപ്പ്. രാത്രി പകലാക്കി പണിയെടുത്ത് നടുകൊടിഞ്ഞ് ചോര നീർ മുഴുവൻ മത്തി വാർന്ന് നാട് നഗരമാക്കി കൂടുകൂകാരമാക്കി മണ്ണ് പൊന്നാക്കി പൊന്നിനെ കന്യമാക്കി. പൊണ്ണു കേട്ടവൻ പിടഞ്ഞു വീണ് ചോര തുപ്പി, നീതി കേട്ടവൻ ഇരുത്തറയിൽ പല തൊപ്പി. പൊണ്ണും നീതിയും വിളച്ചെടുത്ത ഭൂമിയും വിളിച്ചു കേണ്ട സാമയും വെളിച്ചമുള്ള ഭാവിയും നീ നേടിയില്ല എങ്കിലും നീ വാടിയില്ല. അഗ്നിയിൽ കുറുത്ത് കണ്ണിരാഴിയിൽ കുളിച്ചു തുമ്പ് മണ്ണിനായി കൊതിച്ചു മണ്ണ് നിന്നെ ചതിച്ച് പിന്നിലാരോ കളിച്ച് നീതി പണ്ടേ മരിച്ച് നീതി പണ്ടേ മരിച്ച നീതി പണ്ടേ മരിച്ച്. കണ്ണിൽ കാണാത്ത ജാതി മതവേർപ്പാട് സുഖങ്ങളായി തുടങ്ങി ഇനിയും എന്റെ വേട്ടയാട്. അടങ്ങി നിൽക്കുവാൻ അയ്യോ ഞാൻ പെട്ടപാട്, എന്റെ മുതുകിൽ നിന്റെ വഞ്ചനയാ നേട്ടപ്പാട്. ഞാൻ പാവനല്ല പറയനല്ല പുലയനല്ല, നീ സംസാരമല്ല ആണേലൊരു മയിരുമില്ല. ഇനിയും കാലം കാത്തിരിക്കാനാകുന്നില്ല. പുറത്തു പോകും
അല്ലെങ്കിൽ ഒരു തരി മതി. കണ്ടില്ലേ, ഇതിന്റെ തുടക്കത്തിൽ വേടൻ പറയുന്നത് ഇന്നിത് മതമാണ്, നാളെ അത് ജാതിയാവും, പിന്നെ നിറമാകും. ഇതിന്റെ പേരിൽ പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും പോരാട്ടം വേർതിരിക്കലുകൾ ഉണ്ടാവും. അതിനെതിരെയാണ് എൻ്റെ റാപ്പ് എന്ന് വേടൻ പറയുന്നുണ്ട്. അതിനെതിരെ തന്നെ അന്ന് മുതൽ ഇന്ന് വരെയും വേടൻ നിലകൊണ്ടു. ആ രീതിയിൽ തന്നെ വേടൻ ഇനിയും നിലകൊള്ളും. അത് കണ്ടിട്ട് ഡയലോഗ് അടിക്കാൻ വരുന്നവരെ എന്നും ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഉള്ളിലെ ആദർശവും തീയൊന്നും ഞാൻ എപ്പോഴും പറയുന്ന പോലെ അണച്ചു കളയാനൊന്നും സാധിക്കില്ല എന്നുള്ളത് നമ്മൾ വീണ്ടും കാണുകയാണ്. BJP എന്ന് പറയുന്ന ഒരു വലിയൊരു നേതൃത്വം, അല്ലെങ്കിൽ LDFO UDF ഏതും ആയിക്കോട്ടെ, എല്ലാവരും വേടനൊപ്പം നിൽക്കുന്ന എന്തുകൊണ്ടാണ്? ഇപ്പോൾ വേടന്റെ ആദർശങ്ങളും നിലപാടും രാഷ്ട്രീയവും എന്താണെന്ന് മനസ്സിലായതുകൊണ്ട്. അത് മനസ്സിലാകാത്ത കുറേ അടുകളവികളും അല്ലെങ്കിൽ അത് മനസ്സിലാവാത്ത കിഴങ്ങന്മാരും ഒക്കെ വന്നിരുന്ന് വലിയ പ്രഹസനങ്ങളൊക്കെ നടത്തും. അതൊന്നും നമ്മളാരും വില വെക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ചെവി കൊടുക്കാൻ പോകുന്നില്ല. അത് നിങ്ങൾ കുറയ്ക്കേണ്ടത് കുറച്ചിട്ട് നിങ്ങൾ പോകുക. നിങ്ങളെ അനുകൂലിക്കുന്ന കുറച്ച് ചാണകം തീനികളോ അല്ലെങ്കിൽ സംഘികളൊക്കെ ഉണ്ടാവും, സംഘിമിത്രങ്ങളൊക്കെ ഉണ്ടാവും. അവരൊക്കെ ആ വഴിക്ക് നിങ്ങളൊപ്പം തന്നെ കാണും. പക്ഷേ കേരളത്തിലെ നല്ലൊരു ശതമാനം ആളുകളും വിവരസമ്പന്നരായ അല്ലെങ്കിൽ അറിവുള്ളവരായിട്ടുള്ള അങ്ങനെയുള്ള ആളുകളെല്ലാം വേടന്റെ വാക്കുകൾ എന്താണെന്നും വേടൻ എന്ന് പറയുന്ന വ്യക്തി എന്താണെന്നും മനസ്സിലാക്കി വേടനെ സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെയാണ്. അപ്പോൾ അടപടലം മൂഞ്ചിയ മിനിയുടെ ആ മുഖം ഒന്ന് ഇനിയൊന്ന് കാണേണ്ടത് തന്നെയായിരിക്കും അല്ലേ? എന്തായാലും ഇനിയെങ്കിലും പൊന്നു മിനി നിങ്ങൾ മനസ്സിലാക്കുക, അല്ലെ മിനിയെ പോലെയുള്ള ഈ വിമർശിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക. നമ്മുടെ നാട്ടിൽ ജാതി വർണ്ണം വിവേചനത്തിനൊന്നും ഒരു വിലയില്ല. മനുഷ്യനാണോ ജീവിക്കാം, മരിച്ചു കഴിഞ്ഞാലും മനുഷ്യൻ എന്നുള്ള പേര് മരിക്കണമെന്നുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ വെറും പട്ടി ചത്ത് കിടക്കുന്ന പോലെ ചത്ത് കിടക്കും. ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കൂല. മനുഷ്യന് മനുഷ്യനെ സഹായിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യൻ്റെ ഇടയിൽ ജാതി മതം വർണ്ണം വിവേചനം നിറം എന്നുള്ളത് കൊണ്ടൊന്നും വരാതെ നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ നോക്കുക. അല്ലെങ്കിൽ എന്താവും? മിനിയുടെ അവസ്ഥയാവും അല്ലേ?